ഗുഡ് ഈവനിങ് ഓൾ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാൻ കാർഡിൻ്റെ യുടെ പാൻ കാർഡിൻ്റെ കൺസൈൻമെൻറ്റ് ക്രിയേഷനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു പാൻ കാർഡ് ഫിസിക്കൽ കസ്റ്റമർക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും മാസത്തിൽ ഒരിക്കൽ അതിൻ്റെ ഹാർഡ് കോപ്പി നിങ്ങൾ യുടെ ചെന്നൈ ഓഫീസിലേക്ക് അയക്കേണ്ടതാണ്. സോ പലർക്കും പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. അതായത് നമ്മൾ അയച്ചതിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ടും പെൻഡിങ് ആയിട്ട് അത് അവിടെ കാണിക്കുന്നു എന്നുള്ളത്. സോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ രണ്ട് കൺസൈൻമെന്റ് ക്രിയേഷൻ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്ന്, നിങ്ങൾ കൊറിയറോ അല്ലെങ്കിൽ പോസ്റ്റലോ ആ ചെന്നൈയിലേക്ക് അയച്ചതിന് ശേഷം യുടെ സൈറ്റിലേക്ക് നിങ്ങൾ ഒരു കൺസൈൻമെന്റ് ക്രിയേഷൻ ചെയ്യണം. മറ്റൊന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ CSCയുടെ പോർട്ടലും കൺസൈൻമെന്റ് ക്രിയേഷൻ നടത്തണം. അപ്പോൾ അതെങ്ങനെ നടത്താം എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. സോ ആദ്യമായിട്ട് നമ്മൾ ഈ അപ്ലിക്കേഷൻ ഫോമൊക്കെ ചെന്നൈയിലേക്ക് അയച്ചതിന് ശേഷം അതിൻ്റെ കൺസൈൻമെന്റ് ക്രിയേഷനെ കുറിച്ചിട്ടാണ്. അത് യുടെ സൈറ്റിൽ എങ്ങനെ കൺസൈൻമെന്റ് ക്രിയേഷൻ നടത്താം എന്നുള്ളതാണ്. സോ യുടെ കൺസൈൻമെന്റ് ക്രിയേഷൻ നടത്തണമെങ്കിൽ നമ്മൾ ആദ്യം യുടെ വെബ്സൈറ്റിലേക്ക് കടക്കുന്നു. ജസ്റ്റ് പാൻ കാർഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം പാൻ കാർഡ് KYC സർവീസ് കാണാം. ജസ്റ്റ് ക്ലിക്ക് ഓൺ ഇറ്റ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പാൻ കാർഡിന്റെ സൈറ്റിലേക്ക് കടക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഇൻഫർമേഷൻ, അപ്ലൈ ഫാൻ, ചേഞ്ച് പാൻ ഒബ്ജക്ഷൻ ട്രാക്ക്, ഡാഷ്ബോർഡ്, MES ഇങ്ങനെ കാണാൻ സാധിക്കും. ദെൻ നിങ്ങൾക്ക് ഫിസിക്കൽ ഡോക്യുമെന്റ് റെസിപ്റ്റ് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കൺസൈൻമെന്റ് ക്രിയേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ക്ലിക്ക് ഓൺ ഇറ്റ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്ന വിൻഡോ ഇങ്ങനെയാണ്. ഇവിടെ നിങ്ങൾ ഏത് ഫിനാൻഷ്യൽ ഇയറത്തെ അപ്ലിക്കേഷൻ ഫോമാണ് അയക്കണമെന്ന് വെച്ചാൽ ആ ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ 2023-24 സെലക്ട് ചെയ്യുന്നു. ദെൻ സബ്മിറ്റ്. ഇവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കും? ഇങ്ങനെയുള്ള നിങ്ങൾ ഇതുവരെ അയക്കാത്ത അപ്ലിക്കേഷൻ മുഴുവൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ഇവിടെ നിങ്ങൾ സെൻഡ് ചെയ്യുന്ന അപ്ലിക്കേഷൻ ഫോം മുഴുവൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ കാണുന്ന വിൻഡോ ഇങ്ങനെയായിരിക്കും. ഈ വിൻഡോയിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് യുടെ ചെന്നൈത്തെ അഡ്രസ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ. പിന്നീടുള്ളത് കൺസൈൻമെന്റ് നമ്പർ ആണ്. അത് നിങ്ങളുടെ POD നമ്പർ, അതായത് കൊറിയർ ആണെങ്കിൽ അയക്കുന്നതെങ്കിൽ അതിന്റെ POD നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കൊടുക്കാം. പിന്നീട് നമ്പർ ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടെ സെലക്ട് ചെയ്തത് കൊണ്ട് അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത ടോട്ടൽ എത്ര അപ്ലിക്കേഷൻ ഉള്ളത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും. നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ സെലക്ഷൻ അനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ദെൻ കൺസൈൻമെന്റ് ഡേറ്റ്, ഏത് ഡേറ്റിലാണ് നിങ്ങൾ കൊറിയർ ചെയ്തെന്നുള്ളത് ആ ഡേറ്റ് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. ദെൻ കൊറിയർ ഏജൻസി അഡ്രസ് ഏതാണെന്ന് വെച്ചാൽ കൊറിയർ ഏജൻസി, ആ ഏജൻസിയുടെ അഡ്രസ്സ് നിങ്ങൾ കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തതിന് ശേഷം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദ സൈസ് ഓഫ് അപ്ലോഡ് കൺസൈൻമെന്റ് റെസിപ്റ്റ് PDF ഫയൽ ക്യാൻ ബി മാക്സിമം അപ് ടു 1 MB. 1 MB കൂടുതൽ ഫയൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അപ്ലോഡ് ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. റെസിപ്റ്റ് ഒന്നിൽ കൂടുതൽ 1 MB കൂടുതൽ ഉണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക. ദെൻ അതിനുശേഷം നിങ്ങൾ ഫൈനൽ സബ്മിറ്റ് ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ യുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, രണ്ട് സ്ഥലങ്ങളിലാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത്? കൺസൈൻമെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒന്ന് യുടെ സൈറ്റിൽ, അതിപ്പോൾ നമ്മൾ കണ്ടു. ദെൻ നിങ്ങൾ CSCയുടെ സൈറ്റിലും കൺസൈൻമെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ CSCക്ക് ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഇത് അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് ചെന്നൈ ഓഫീസിൽ അയച്ചിട്ടും ഇതുവരെ പെൻഡിങ് ആണെന്ന് കാണിക്കുകയാണെങ്കിൽ, സോ CSCയിൽ ഈ റെക്കോർഡ് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ ഡോക്യുമെന്റിൽ പോയി തന്നെ നിങ്ങൾ അയച്ചതിന്റെ കംപ്ലീറ്റ് രേഖ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് CSCക്കും അതുപോലെ തന്നെ യുടെക്കും അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. സോ CSCയിൽ എങ്ങനെയാണ് പാൻ ഡോക്യുമെന്റ് ട്രാക്കർ, അതായത് നിങ്ങൾ ഈ കൺസൈൻമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാവരും CSCയുടെ സൈറ്റിൽ കയറിയതിനു ശേഷം സെർച്ച് ബട്ടണിൽ പാൻ ഡോക്യുമെന്റ് ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ. ദെൻ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. ജസ്റ്റ് ക്ലിക്ക് ഓൺ ഇറ്റ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്ന ഡാഷ്ബോർഡ് ഇങ്ങനെയായിരിക്കും. ഇവിടെ ലോഗിൻ വിത്ത് ഡിജിറ്റൽ സേവ കണക്ട് ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ഓൺ ഇറ്റ്. അതിനുശേഷം നിങ്ങൾക്ക് കാണുന്ന വിൻഡോ ഇതാണ്. ഇവിടെ ഒരിക്കലും നിങ്ങൾ ഐ ഡിക്ലെയർ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീജിയറിലേക്ക് പോകരുത്. മറിച്ച് എടുത്ത ഭാഗത്ത് നിങ്ങൾക്ക് ഡാഷ്ബോർഡ്, അപ്ലോഡ് ഡോക്യുമെന്റ്, ഡോക്യുമെന്റ് കാണാൻ സാധിക്കും. ഇവിടെ അപ്ലോഡ് ഡോക്യുമെന്റ് സെലക്ട് ചെയ്യുക. അപ്ലോഡ് ഡോക്യുമെന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീഫോൾട്ട് ആയിട്ട് നിങ്ങളുടെ CSC ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ദെൻ ഏജൻസിയാണ്. ഏജൻസി ഏതാണെന്ന് വെച്ചാൽ നമ്മൾ നോർമലി UTI ആണ് എല്ലാവരും ചെയ്യുന്നത്. സോ സാമ്പിൾ ഞാൻ UTI എടുക്കുന്നു. UTI എടുത്തതിന് ശേഷം ഇവിടെ ഒരു അപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഉണ്ട്. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ നേരത്തെ ഉള്ള ഫയല്, നേരത്തെ നമുക്ക് ഉണ്ടായിരുന്ന അപ്ലിക്കേഷൻ ജസ്റ്റ് നേരത്തെ ഉണ്ടായിരുന്ന അപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇത് ഫോർ എക്സാമ്പിൾ ഇതിങ്ങനെ കോപ്പി ചെയ്തിട്ട് എക്സലിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി.
എക്സലിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. കൺവേർട്ട് ചെയ്തതിന് ശേഷം ആ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾ മാനുവലായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എൻ്റർ അടിച്ചുകൊണ്ട് താഴേക്കോ അതല്ലെങ്കിൽ സ്പേസോ ആണ് ഉപയോഗിക്കേണ്ടത്. ഒരിക്കലും മറ്റു സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നിങ്ങൾ ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല. ഒന്നുകിൽ സ്പേസോ അതല്ലെങ്കിൽ എൻ്ററോ മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൽ ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ടാബ് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ കോപ്പി ചെയ്തത് ഇപ്പൊ 5 ഞാൻ സാമ്പിളിൽ ചെയ്തതാണ്. ആ 5 നിങ്ങൾക്ക് ഇവിടെ നമ്പർ ഓഫ് ഡോക്യുമെന്റ് ഓട്ടോമാറ്റിക്കലി കാണാൻ സാധിക്കും. ദെൻ ഡേറ്റ് ഓഫ് കൊറിയർ, ഏത് ദിവസമാണ് നിങ്ങൾ ഡേറ്റ് കൊറിയർ അയച്ചെന്നുള്ളത് അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ പി ഒ ഡി നമ്പർ കൊറിയർ ആണെങ്കിൽ പി ഒ ഡി നമ്പർ ടൈപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ ആർട്ടിക്കൽ നമ്പർ ആയിരിക്കും. അത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കൊറിയറിന്റെ പേര് ഏതാണെന്ന് വെച്ചാൽ ആ കൊറിയറിന്റെ പേര് ഇവിടെ കൊടുക്കാം. പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് എന്ന് കൊടുക്കാം. ദെൻ ഡെലിവറി ഡേറ്റ് നോർമലി ചെന്നൈനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇന്ന് അയച്ച് 2 വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് വരാം. അപ്പോൾ ശനിയാഴ്ച അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൊവ്വാഴ്ചത്തെ ഡേറ്റ് എടുക്കാം. ഞാനിവിടെ ഇപ്പോൾ നേരത്തെ 17 സെലക്ട് ചെയ്തത്. സോ 19 ഡെലിവറി ഡേറ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നു. നെക്സ്റ്റ് ഡെലിവറി ലൊക്കേഷൻ ആണ്, അത് ചെന്നൈ ആണ്. ചെന്നൈ സെലക്ട് ചെയ്യുക. ചെന്നൈ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കും, ഇവിടെ ചെന്നൈത്തെ അഡ്രസ്സ് കാണാൻ സാധിക്കും. ഓക്കെ, സോ പലരും അഡ്രസ്സിന് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവർക്കുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഒന്നിക്ക് നിങ്ങൾക്ക് ഈ പാൻ ഡോക്യുമെന്റ് ട്രാക്കറിൽ പോകാം, അതല്ലെങ്കിൽ യുടെ സൈറ്റിൽ പോയാൽ തന്നെ കൺസൈൻമെന്റ് ക്രിയേഷനിൽ പോയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, യുടെ അഡ്രസ്സ് കാണാൻ സാധിക്കും. പിന്നീട് ഉള്ളതെന്ന് വെച്ചാൽ റിമാർക്സ് ആണ്. റിമാർക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും റിമാർക്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ റിമാർക്സ് ഇവിടെ മെൻഷൻ ചെയ്യാം. ദെൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ നിങ്ങളുടെ ആ റെസിപ്റ്റ്, അതായത് POD പ്രൊഫഷണൽ കൊറിയറുടെ റെസിപ്റ്റോ അതല്ലെങ്കിൽ കൊറിയറിന്റെ റെസിപ്റ്റോ അതല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിന്റെ റെസിപ്റ്റോ നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ ബ്രൗസർ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അറ്റാച്ച് ചെയ്യാം. അറ്റാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് കൊടുക്കാം. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ CSCയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട കൺസൈൻമെന്റ്. ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വി ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പൊ ഞാൻ സബ്മിറ്റ് കൊടുക്കാത്തത് കൊണ്ടാണ്. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വി ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ എല്ലാവരും നിർബന്ധമായിട്ടും മന്ത്ലി നിങ്ങൾ എല്ലാവരും ഇതിന്റെ ഹാർഡ് കോപ്പി യുടിയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതാണ്. അതിനുശേഷം 2 സ്ഥലത്ത് നിങ്ങൾ കൺസൈൻമെന്റ് ക്രിയേറ്റ് ചെയ്യണം. ഒന്നാമത്തത് യുടിയുടെ സൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ടാമത്തത് CSCയുടെ പാൻ ഡോക്യുമെന്റ് ട്രാക്കർ. ഈ 2 സ്ഥലങ്ങളിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും കൺസൈൻമെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.